ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അബ്ദുൾ ഹക്കീമിനെതിരെ അന്വേഷണം ആരംഭിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച്. ഉന്നത വ്യവസായികളെയും നടന്മാരെയും ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചത്. ഇയാൾക്കെതിരെ നിരവധി പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, അതായത് എന്റെ കാസറ്റ് എന്ന പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുക, അതിലൂടെ ആളുകളുടെ വ്യക്തിപരമായ കുറെ വിവരങ്ങൾ പുറത്തുവിടുക, ഇതിനെതിരെയാണ് ഇപ്പോൾ പരാതി ലഭിച്ചിട്ടുള്ളത്. ഇയാൾക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ലിനീഷ്, അങ്ങനെ തന്നെയാണ്. അതായത് എന്റെ കാസറ്റ് എന്നുള്ള പേരിൽ ഇയാൾ വിവിധ ഇൻസ്റ്റഗ്രാം പേജുകൾ ആരംഭിക്കും. അതിൽ പിന്നീട് വ്യക്തിപരമായി ചില ആളുകളുടെ ചില പരാമർശങ്ങൾ മാത്രം നടത്തും. അത് ആളുകളെ ഇയാളിലേക്ക് എത്തിക്കുന്നതിനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതിനോ ഉള്ള ഒരു തുടക്കമായിട്ടാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെ ആളുകളെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ആ ഭീഷണിയുടെ വലയിൽ കുടുങ്ങുന്ന ആളുകളിൽ നിന്നും ലക്ഷങ്ങളാണ് ഇയാൾ തട്ടിയത് എന്നുള്ള പരാതിയാണ് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഒരു പ്രമുഖ നടനിൽ നിന്നും 25 ലക്ഷം രൂപയോളം ഇയാൾ തട്ടിയെടുത്തു എന്നുള്ളതാണ് മറ്റൊരു പരാതിയായി ലഭിച്ചിരിക്കുന്നത്. കൂടാതെ പല ഗായകരെയും ഒപ്പം തന്നെ പല പ്രമുഖരെയും ഒപ്പം വ്യവസായികളെയും എല്ലാം ഇയാൾ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ചില ആളുകളെങ്കിലും ഇയാളുടെ വലയിൽ വീണുപോയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. വിദേശത്ത് നിന്നുകൊണ്ടാണ് ഇയാൾ ഈ ഇൻസ്റ്റഗ്രാം പേജ് പ്രവർത്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിലൂടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ഇയാളെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട്. പക്ഷേ ഇയാളെ നാട്ടിലേക്ക് എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, മുൻപ് വിദേശത്തിരുന്നു കൊണ്ട് ലഹരിമരുന്ന് ഉപയോഗിച്ചതിനും ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. കൂടാതെ ഇയാളെ ഇൻസ്റ്റഗ്രാം പേജുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. ആളുകളുടെ വ്യക്തിപരമായ വിവരങ്ങൾ, അത് ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ ഇത്തരം പേജുകളിലൂടെ പറയുകയും ആളുകൾ പിന്നീട് ഈ ഇത്തരം വർത്തമാനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അയാളെ സമീപിക്കുകയോ അല്ലെങ്കിൽ ഇയാളുമായി ബന്ധപ്പെട്ട ആളുകൾ, അതിലെ ഇയാൾക്ക് ചില ആളുകൾ കേരളത്തിൽ തന്നെ ഇയാളുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇയാളുടെ ഏജന്റുമാരെ പോലെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരെയും കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അവർ വഴി ഈ പറയുന്ന പണം ഇയാൾക്ക് നൽകി ആ പ്രശ്നം ഏത് വിധേനയും പരിഹരിക്കാനാണ് ജനങ്ങൾ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടു പോകുന്ന ആളുകൾ ശ്രമിക്കുന്നത്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ വ്യക്തിഹത്യ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിഹത്യയിൽ നിന്നും ഒഴിവാകുന്നതിന് വേണ്ടി പല ആളുകളും ഇത്തരത്തിൽ പണം നൽകേണ്ടി വന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഇയാൾ ഈ ഭീഷണി തുടരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. നിരവധി പരാതികൾ ഇയാൾക്കെതിരെ ലഭിച്ചിട്ടുണ്ട്. ഇയാളെ ഇപ്പോഴും ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നു അല്ലെങ്കിൽ പണം തട്ടാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പോലീസിൽ വിവരം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇയാൾ നാട്ടിലേക്ക് വരാനുള്ള നീക്കം അല്ലെങ്കിൽ ഇയാളെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളെ ഭീഷണിപ്പെടുത്തി എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ, ഇൻസ്റ്റഗ്രാം പേജിലൂടെ ആളുകളെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങളാണ് ഇയാൾ വാങ്ങുന്നത്. മാത്രമല്ല, ഇയാളുടെ ശത്രുക്കൾ അല്ലെങ്കിൽ ഇയാളുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ശത്രുക്കളെ കണ്ടെത്തി ഇയാളോട് പറയുകയും. ശരി, എന്തായാലും അബ്ദുൾ ഹക്കീം UAE-യിലാണ്. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിക്കുകയാണ്. വിവരങ്ങളാണ് സഹിൻ ആന്റണി നൽകിയത്.